നമസ്കാരം. എല്ലാവർക്കും ഈ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒരു വ്യക്തി ജനിക്കുന്ന സമയത്തെ ഗ്രഹനില, അതായത് ഓരോ വ്യക്തിയുടെയും ജനന സമയത്ത് ഗ്രഹങ്ങൾ വ്യത്യസ്ത രാശികളിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ വ്യത്യസ്ത രാശികളിൽ ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും ഗ്രഹങ്ങൾ നൽകുക. ഗ്രഹങ്ങൾ സ്വക്ഷേത്രത്തിൽ നിൽക്കുമ്പോഴും ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുമ്പോഴും നീചക്ഷേത്രത്തിൽ നിൽക്കുമ്പോഴും ഒരേ ഫലങ്ങളല്ല വ്യക്തിക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെ ചില രാശികളും ഗ്രഹങ്ങളും പ്രത്യേക രീതിയിൽ ചേർന്ന് വരുമ്പോൾ ചില യോഗങ്ങളും ആ യോഗങ്ങൾ ചില പ്രത്യേക അനുഭവങ്ങളും നൽകാറുണ്ട്. അങ്ങനെയുള്ള ഒരു യോഗത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ആ യോഗത്തിൻ്റെ പേര് മഹാഭാഗ്യയോഗമെന്നാണ്. മഹാഭാഗ്യയോഗം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്തമാണ്. സൂര്യനും ചന്ദ്രനും ഓജരാശികളിൽ അല്ലെങ്കിൽ പുരുഷരാശികളിൽ നിൽക്കുകയും ലഗ്നം പുരുഷരാശിയായി വരികയും ജനനം പകലാവുകയും ജനിച്ചത് പുരുഷനായിരിക്കുകയും ചെയ്താൽ ആ വ്യക്തിക്ക് മഹാഭാഗ്യയോഗമുണ്ടെന്ന് പറയാം. പുരുഷരാശികളെക്കുറിച്ചും സ്ത്രീ രാശികളെക്കുറിച്ചും വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓജരാശികളെക്കുറിച്ചും യുഗ്മരാശികളെക്കുറിച്ചും അല്ലെങ്കിൽ പുരുഷരാശികളെക്കുറിച്ചും സ്ത്രീ രാശികളെക്കുറിച്ചും സംശയമുള്ളവർ ആ വീഡിയോ കാണുക. ഇനി മഹാഭാഗ്യയോഗത്തിൽ ജനിച്ചാൽ എന്തെല്ലാം ഗുണാനുഭവങ്ങളാണ് ഉണ്ടാവുക എന്ന് നോക്കാം. മഹാഭാഗ്യയോഗത്തിൽ ജനിക്കുന്ന പുരുഷൻ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടവനായിരിക്കും. മാത്രമല്ല ഈ വ്യക്തിക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും ധാരാളമായിട്ടുണ്ടായിരിക്കും. അതായത് വലിയ ധനവാനായിരിക്കുമെന്നർത്ഥം. മാത്രമല്ല എല്ലാവിധ ഐശ്വര്യങ്ങളോടും കൂടിയുള്ള സുഖജീവിതം നയിക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ ആയുരാരോഗ്യ സൗഖ്യത്തോടെ ജീവിക്കാനും ഭാഗ്യമുണ്ടാകുന്നതാണ്. സൂര്യനും ചന്ദ്രനും സ്ത്രീ രാശികളിൽ അല്ലെങ്കിൽ യുഗ്മരാശികളിൽ നിൽക്കുമ്പോൾ ജനിക്കുകയും ലഗ്നം സ്ത്രീ രാശിയായിരിക്കുകയും ജനിച്ചത് സ്ത്രീ ആയിരിക്കുകയും ചെയ്താൽ ആ ജാതകയ്ക്ക് മഹാഭാഗ്യയോഗമുണ്ടെന്ന് പറയാം. മഹാഭാഗ്യയോഗത്തിൽ ജനിക്കുന്ന സ്ത്രീക്ക് ധാരാളം സമ്പത്തും ദീർഘമാംഗല്യവും സൽസന്താനങ്ങളും സൽസ്വഭാവത്തോടു കൂടിയ പേരക്കിടാങ്ങളും ഉണ്ടാകുന്നതാണ്. വ്യക്തി നല്ല സദാചാരനിഷ്ഠയുള്ള ആളായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഒരു ജീവിതത്തിൽ ലഭിക്കാവുന്ന എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി ജീവിക്കാൻ കഴിയുന്നതാണ്. ഇതിനോട് ചേർത്ത് ഒരു യോഗത്തെക്കുറിച്ച് കൂടി പറയാം. അത് നമ്മളിപ്പോൾ പറഞ്ഞ ഭാഗ്യയോഗത്തിൻ്റെ നേരെ വിപരീതമായ അനുഭവങ്ങൾ ഉണ്ടാക്കുന്ന ഒരു യോഗമാണ്. ആ യോഗത്തിൻ്റെ പേര് നിർഭാഗ്യയോഗം എന്നാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലായി കാണും അല്ലേ? അതിനെക്കുറിച്ച് പറയാം. 9ാം ഭാവാധിപൻ പാപഗ്രഹങ്ങളുടെ യോഗദൃഷ്ടികളോടുകൂടി 6, 8, 12 എന്നീ ഭാവങ്ങളിൽ നിൽക്കുമ്പോഴാണ് നിർഭാഗ്യയോഗം ഉണ്ടാവുക. ഈ യോഗത്തിൽ ജനിക്കുന്നവർ പിതൃസ്വത്ത് നശിപ്പിക്കും. ദാരിദ്ര്യം നിറഞ്ഞ ജീവിതമായിരിക്കും ഇവരുടേത്. എല്ലാവിധത്തിലുള്ള ജീവിത ക്ലേശങ്ങളും
ഉണ്ടാകുന്നതാണ് ഇവർക്ക്. 9-ാം ഭാവാധിപൻ എന്ന് പറഞ്ഞത് മനസ്സിലാകാത്തവർക്കായി ഒന്ന് പറയാം. ഒരു ഗ്രഹനിലയിൽ ല എന്ന അക്ഷരം ലഗ്നത്തെ സൂചിപ്പിക്കുന്നു. ലഗ്നം എന്നാൽ 1-ാം ഭാവം എന്നർത്ഥം. ലഗ്നം 1-ാം ഭാവം, അടുത്തത് 2-ാം ഭാവം. അങ്ങനെ ലഗ്നം മുതൽ ക്ലോക്ക് വൈസായി എണ്ണിയാൽ 9-ാമത് ആയി വരുന്ന രാശി ആണ് 9-ാം ഭാവം. ആ ഭാവത്തിൻ്റെ അധിപൻ 9-ാം ഭാവാധിപൻ. ഇനിയും മനസ്സിലാക്കാത്തവർ നേരത്തെ പറഞ്ഞിട്ടുള്ള ഭാവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വീഡിയോ കാണുക. ലൈക്ക് ചെയ്യാതെയും സബ്സ്ക്രൈബ് ചെയ്യാതെയുമാണ് ഈ വീഡിയോ കാണുന്നത് എങ്കിൽ ഈ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.